തൃശ്ശൂരിൽ പേരാമംഗലത്ത് വൻ കവർച്ച. തുണിക്കട ഉടമയുടെ വീട്ടിൽ നിന്ന് 50 പവൻ സ്വർണ്ണമാണ് കവർന്നത്. പറപ്പൂർ സ്വദേശി ഷക്കീറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. മകളുടെ വിവാഹത്തിന് വാങ്ങിയ സ്വർണ്ണമാണ് നഷ്ടമായത്. വീടിന്റെ പിൻവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ജെയ്സൺ ചമവളപ്പിൽ ഇപ്പോൾ സ്ഥലത്തുണ്ട്. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ് ജെയ്സൺ. മകളുടെ വിവാഹത്തിന് കരുതി വെച്ച പണം സ്വർണ്ണമാണ്. 50 പവൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 1/2 കോടി രൂപയോളമാണ് അടിച്ചുകൊണ്ട് പോയത്. എപ്പോഴാണ് ഈ മോഷണം നടന്നത്? എന്തെങ്കിലും സൂചനകളുണ്ടോ ജെയ്സൺ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഞാൻ നിൽക്കുന്ന ഈ പുറകിലെ വീട്ടിനകത്തു നിന്നാണ് പുലർച്ചയോടുകൂടിയാണ് ഈ കവർച്ച നടന്നതെന്നാണ് ഏകദേശം ധാരണ. ഈ വീട്ടിലുള്ളവർ പുറത്ത് പോയി വന്ന് പുലർച്ചെയാണ് എത്തുന്നത്. അപ്പോഴാണ് വീടിൻ്റെ മുഴുവൻ വാതിലുകളും മുന്നത്തെ വാതിൽ മുതൽ പുറകിലെ വാതിൽ വരെ പൊളിച്ച് കളഞ്ഞ് ശേഷം ഉള്ളിൽ കയറി 50 പവൻ മോഷ്ടിച്ച് കൊണ്ടുപോയി എന്ന് വീട്ടുകാർ കണ്ടെത്തുന്നതിന് പുറകിൽ റെയിൽവേ ട്രാക്കാണ്. അത്തരത്തിൽ ഒരു മോഷണം നടത്തി രക്ഷപ്പെടാനുള്ള മുഴുവൻ സാധ്യതകളും ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. എന്താ സംഭവിച്ചത്? ഇന്നലെ അവർ സാധാരണഗതിയിൽ ഈ ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് അവനും ഭാര്യയും മകളും ആ കടയിലാണ്. പിന്നെ അവനൊരു മകൻ എവിടെ കട നടത്തിയിരുന്നത്? പറപ്പൂരാണ് കട. ഓലാല എന്ന് പറഞ്ഞിട്ടൊരു കടയാണ്. അതിൽ അവർ ഇതായിരുന്നു ഈ ഓണത്തിൻ്റെ തിരക്കായ കാരണം കൊണ്ട് സാധനങ്ങൾ എടുത്തേക്കാൻ ടൈം ലേറ്റായി വരുമ്പോൾ 5 മണിക്കാണ് അവിടെ നിന്ന് പോയുള്ളത്. 5 മണിയുടെയും 1:30യുടെയും ഇടയിലാണ് ഇത് സംഭവിച്ചുള്ളത്. വൈകിട്ട് 5 മണിക്ക് വൈകിട്ട് 5 മണിക്ക് കടയിൽ പോയി അവരൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിലാണ് ഇത് സംഭവിച്ചുള്ളത്. ഇതിന് വീടിൻ്റെ ഡോറുകളൊക്കെ പൊളിച്ച് എല്ലാ ഡോറുകളും കുറച്ച് പൊളിച്ചിട്ടുണ്ട്. അതിലൊരു ഡോർ മാത്രം മുകളിലത്തെ പൊളിച്ചിട്ട് കാണാനില്ല, ബാക്കിയെല്ലാം പൊളിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇനിയിപ്പോൾ ഇവരുണ്ടല്ലോ വിരലിടയാള വിദഗ്ധന്മാർ അവർ വന്നതിന് ശേഷം ആ റൂമിൻ്റെ ഗതി എന്താണെന്ന് അറിയില്ല. അവിടെ കുറച്ച് പൈസ ഇറക്കിയിട്ടുണ്ട്, അത് പോവുക എന്താണെന്ന് അറിയില്ല. മകളുടെ വിവാഹത്തിന് വാങ്ങിച്ചു വെച്ചതാണ്. അതെ. ഈ സ്ഥലത്തെ പ്രത്യേകത പുറകിൽ റെയിൽവേ ട്രാക്ക്. ഇപ്പോൾ പുറകിൽ റെയിൽവേ പോകുന്നുണ്ട്, തൃശ്ശൂർ ഗുരുവായൂർ റെയിൽവേ പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പാടങ്ങളാണ് മുഴുവൻ. തെങ്ങ് വെച്ച പറമ്പുകളുണ്ട്, പാടങ്ങളാണ് ഉള്ളത്. പോലീസ് എന്താ പറഞ്ഞത്? പോലീസ് പറഞ്ഞ് അവരെല്ലാം ഇത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ CCTV ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ കഴിഞ്ഞ് രണ്ടാമത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീടിൻ്റെ രണ്ട് സൈഡിലുള്ള വീടുകളുടെ CCTV എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം തുണിക്കട നടത്തിയാണ് ഷക്കീർ. അതെ. ഏകദേശം എത്ര മണിക്ക് തിരിച്ചെത്തിയത്? 1:30 ഇപ്പോഴാണ് ഇത് കാണുന്നത്. 5 മണിക്ക് വൈകിട്ട് 5-നും പുലർച്ചെ 1:30 ഇടയിലാണ് ഈ കവർച്ച നടന്നത്. പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് മുകളിൽ വിശദമായ പരിശോധന ഇനി നടത്തണം. കാരണം അങ്ങോട്ട് കടക്കാൻ പറ്റിയിട്ട് നമ്മൾ അങ്ങോട്ട് കടന്നിട്ടില്ല. കാരണം അത് ഇപ്പോൾ അവർ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷം റൂമൊക്കെ. മകളുടെ വിവാഹം എന്നായിരുന്നു? ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല, പക്ഷേ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2-4 മാസമായി. വലിയ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അരുൺകുമാർ. മകളുടെ വിവാഹത്തിനുമായി ബന്ധപ്പെട്ട് സ്വർണം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഓണസമയമാണ്, അതുകൊണ്ട് തന്നെ ഇവർക്ക് കടയുണ്ട്, തുണിക്കടയുണ്ട്. ആ തുണിക്കടയിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും തയ്യാറാക്കുന്നതുമായി അതെല്ലാം തിരക്കിൽ, കുടുംബം മുഴുവൻ ആ തിരക്കിലായിരുന്നു. ഈ ഷക്കീറും അയാളുടെ മകളും അതുപോലെ തന്നെ ഭാര്യയും ഉൾപ്പെടെയുള്ളവർ ഈ തിരക്കൊക്കെയും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് വീടിൻ്റെ മുൻഭാഗവും പുറംഭാഗവും വാതിലുകളൊക്കെ തകർത്ത് 50 പവനോളം സ്വർണം നഷ്ടപ്പെട്ട നിലയിൽ കണ്ടെത്തും. മുകളിൽ പണം വെച്ചിട്ടുണ്ട്. ആ പണം നഷ്ടപ്പെട്ടിരുന്ന കാര്യം ഇപ്പോൾ പോലീസ് എത്തി പരിശോധിച്ച ശേഷം മാത്രമേ അത് കണ്ടെത്താനാകൂ. ഏതായാലും വലിയ കവർച്ച തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും സങ്കടകരമായി മാറ്റുന്നത് മകളുടെ വിവാഹത്തിന് വേണ്ടി എടുത്തു വെച്ച സ്വർണ്ണമാണെന്നാണ്. വലിയ ദുഃഖത്തിലാണ് പോലീസ് വിശദമായ പരിശോധന നടത്തുന്നത്. ഈ പ്രദേശം ഒരു കവർച്ച നടത്തി എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം കൊണ്ട് ഇതിൻ്റെ പുറകിൽ റെയിൽവേ ട്രാക്കാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഗുരുവായൂർക്ക് വരുന്ന റെയിൽവേ ട്രാക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൃഷി സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ പരിസരത്ത് നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. സമീപ പ്രദേശങ്ങളിലെ CCTVകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടായിരുന്നു. ഓക്കെ, താങ്ക് യു ജെയ്സണാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 1/2 കോടിയല്ല കേട്ടോ, 60 ലക്ഷം രൂപയോളം വരും എന്നാണ് ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. ഇതെല്ലാം കല്യാണത്തിന് വേണ്ടിയിട്ട് പുതുതായിട്ട് കണ്ടെത്തണമല്ലോ. സാധാരണ ടെക്സ്റ്റൈൽസ് നടത്തുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വീട്ടിൽ ഇങ്ങനെ ഒരു കാരണവശാലും വീട്ടിൽ സ്വർണം വെച്ചിട്ട് നിങ്ങൾ ഇറങ്ങി പോകരുത്. ഒരിക്കൽ കൂടി പറയുന്നു, സ്വർണ്ണത്തിന് അത്രമേൽ വില പിടിച്ചിരിക്കുകയാണ്. ഇത് ആർക്കെങ്കിലും ഒക്കെ അറിയാമായിരിക്കും. കല്യാണ വീടല്ലേ, സ്വർണ്ണം എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവും. സ്വർണ്ണം എടുത്തു വന്ന വിവരം അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഇത് ഇത്ര വിദഗ്ധമായിട്ട് ആരും അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ്. മറ്റു ദൃശ്യങ്ങളൊന്നും നമുക്ക് ലഭ്യവുമല്ല. ഇനി പൈസ കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതും ഇപ്പോൾ പരിശോധിക്കണമെന്നാണ് പറയുന്നത്. എത്ര സങ്കടമായിരിക്കും അല്ലേ? ദേവപ്രിയയുടെ കുടുംബത്തിന് സന്തോഷം. ഇവിടെ വരുമ്പോഴേക്ക് ഈ ഓണക്കാലത്ത് ഇവർക്ക് സങ്കടം എന്താ അല്ലേ?